ഇന്റർനാഷണൽ നാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. SI എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ് എന്നാണ്. ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് SI സിസ്റ്റമാണ്. SIയിൽ അടിസ്ഥാനമായി 7 യൂണിറ്റുകളാണുള്ളത്. ഇപ്പോൾ ലെങ്ത്തിൻ്റേതാണെങ്കിൽ അത് മീറ്റർ ആണ്, മാസ് ആകുമ്പോൾ കിലോഗ്രാം ആണ്, ടൈമിൻ്റെ നമ്മൾ സെക്കൻഡ് ആയിട്ടാണ് എടുക്കുക, ഇലക്ട്രിക് കറൻറ്റ് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, amount of substance മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല. ഇനി പ്രധാനപ്പെട്ട ഡിറൈവ്ഡ് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിസ്തീർണം m², വ്യാപ്തം m³, വേഗം മീറ്റർ പെർ സെക്കൻഡ്, ബലം ന്യൂട്ടൺ, പവർ വാട്ട്, മർദ്ദം പാസ്കൽ. പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, ഇതിൻ്റെ ആസ്ഥാനം സെയിൻറ്റ് ക്ലൗഡ്, ഫ്രാൻസ് ആണ്. ഇത് സ്ഥാപിതമായത് 1875 ആണ്. അടുത്തത് ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഇത് ഹയസ്റ്റ് അതോറിറ്റി ഓഫ് SI ആണ്. അടുത്തത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. ഇനി നമുക്ക് നാഷണൽ സ്റ്റാൻഡേർഡ് നോക്കാം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് SI മെട്രിക് സിസ്റ്റമാണ്. നിലവിലുള്ള നിയമം ലീഗൽ മെട്രോളജി ആക്ട് 2009 ആണ്. ഇത് നിലവിൽ വന്നത് ഏപ്രിൽ 1, 2011 ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം അളവുകളെ ഏകീകരിക്കുക, ഉപഭോക്താക്കളെ സംരക്ഷിക്കുക, തട്ടിപ്പ് തടയുക, തൂക്ക് യന്ത്രങ്ങൾ പരിശോധിക്കുക എന്നിവയാണ്.